അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യപ്പെടും. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഉസ്താദെ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളെല്ലാവരും അല്ല പറയുന്നില്ല, ഉസ്താദെ എത്ര ചോദിച്ചിട്ടും അല്ല വീട് തരുന്നില്ല, മക്കളെ തരുന്നില്ല, കച്ചവടം തരുന്നില്ല, ആകെ പ്രയാസമാ ഉസ്താദെ, രോഗം മാറുന്നില്ല ഉസ്താദെ, എന്തേ പോ ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി. ഖുർആൻ പറഞ്ഞതല്ലേ. എടാ, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുപോലെ ചെയ്യും. ചുമ്മാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാണിച്ചാ പോരല്ലോ. വില്ലേജ് ഓഫീസിൽ പോകും, പഞ്ചായത്ത് ഓഫീസിൽ പോകും, എന്നിട്ട് ഒരു കാര്യം നടക്കാൻ പോയിട്ട് നിൽക്കും. സാറേ എന്തൊരു തവാള് എന്നറിയോ, എന്തൊരു വിനയമെന്നറിയോ. ഓന്റെ 4 അടി മാറി നിന്നിട്ട് സാറേ എന്ന് വിളിച്ച കാര്യം നടക്കണ്ടേ? എന്തുകൊണ്ട് നീ ദുആ ചെയ്യുമ്പോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിനോട് നിനക്ക് ആ വിനയമില്ലാതെ പോകുന്നു? കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തോ, ഒരു പേടിയും വേണ്ട. അള്ളാഹു പറയുകയാണ്, പടച്ചവനെ വഇദാ സഅലക ഇബാദി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെട്ടെന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. ദുആ ചെയ്താ വെറുതെ അള്ളാഹു മടക്കൂല. ആര് ദുആ ചെയ്താലും, ഇരിക്കുന്ന ഏതു മനുഷ്യനും ഇവിടെ ഇരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു വെറും കയ്യോടെ മടക്കൂല. ആദ്യം പഠിക്കേണ്ടത് ഇതാടാ ചെറുപ്പക്കാരാ, ആദ്യം നീ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ വീട്ടിൽ കയറി വരുന്നവന് വെറും കയ്യോടെ ഇറക്കി വിടാൻ നിനക്ക് കഴിയുമായിരിക്കും. പക്ഷേ അല്ലാഹു മാന്യനാ, റബ്ബിന്റെ മുന്നിൽ കൈനീട്ടുന്നവനെ പടച്ച റബ്ബ് വെറുതെ ഇറക്കി വിടില്ല. ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താ 3-4 കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ വീട്ടിൽ പിരിവിന് വരുന്നവനെ നീ വെറും കയ്യോടെ വിടും. പക്ഷെ അല്ലാഹ് അങ്ങനല്ല. എടാ, അള്ളാഹുവിനോട് നിങ്ങൾ ആര് ദുആ ചെയ്താലും 3-4 കാര്യം അല്ലാഹു തരും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും. അല്ലാഹുവേ, എനിക്ക് മക്കളെ വേണമല്ല, 10 കൊല്ലമായല്ല, കച്ചവടമില്ലല്ല, കടവല്ല, വാടക വീടല്ല. നീ അള്ളാഹിനോട് ചോദിച്ചാ ചിലപ്പോ അല്ലാഹ് നീ ചോദിച്ചത് തന്നെ നിനക്ക് തരും. 2, ചിലപ്പോ നീ ചോദിച്ചത് അള്ളാഹു തരൂല, അത് അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. നീ വീട് ചോദിക്കുമ്പോ അല്ലാഹ് നിനക്ക് വീട് തരൂല, ആ ദുആയിനെ അള്ളാഹു പരലോകത്തിലേക്ക് മാറ്റിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ നീ പരലോകത്ത് ചെല്ലുമ്പോ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ അകത്ത് ഒരു കെട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് തരും. അപ്പൊ നീ ചോദിക്കും, അല്ലാഹ് ഇതേതാ അല്ലാഹ്, ഈ നന്മ ഏതാ അല്ലാഹ്, ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, ഇതെന്താ ഇതുകൊണ്ടിടുന്നേ? അപ്പോഴാണ് പറയുന്നത്, നീ കൂട്ടായിൽ വെച്ചൊരു ദുആ ചെയ്തില്ലേ പണ്ട് വീട് കിട്ടാൻ, അന്ന് ഞാനത് തന്നില്ല, ആ ദുആയ. അപ്പം മനുഷ്യൻ പറയുവത്ര, അല്ലാഹുവേ, ദുനിയാവി വെച്ച് ഒരു ദുആയി സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു എന്ന്. അപ്പൊ അള്ളാഹിനോട് പറയും, കാരണം അത് അവിടെ അള്ളാഹു തരും. ഇനി അതുമല്ലെങ്കിൽ നീ ചോദിച്ചതും അല്ലാഹു തന്നില്ല, പരലോകത്തേക്കും അള്ളാഹു മാറ്റിവെച്ചില്ല എങ്കിൽ നീ ചോദിച്ചതല്ല, നിനക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു വിപത്തിനെങ്കിലും അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തെങ്കിലും ഒരു നേട്ടം, 3ാമത്തെ നേട്ടം, നിനക്ക് വരാനിരിക്കുന്ന ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു ശർറ്, എന്തെങ്കിലും ഒരു രോഗം, എന്തെങ്കിലും ഒരു പ്രയാസം, നിന്റെ ദുആ കാരണം അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നഷ്ടമില്ലടാ ചെറുപ്പക്കാരാ, ഒരു നഷ്ടവുമില്ല. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഈ 3-4 കാര്യം നിനക്ക് കിട്ടുമല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ, അത് കേരളത്തിലെ മുസ്ലിമാണെങ്കിലും അമേരിക്കയിലെ മുസ്ലിമാണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ കിടക്കുന്ന മുസ്ലിമാണെങ്കിലും ആ മുസ്ലിമിന്റെ തലകൾക്ക് അനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അതിന് ചെയ്യേണ്ട നന്മ എന്തെന്നറിയുമോ? എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ.
എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്യുന്ന സമയത്ത് നീ പറയണം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിനക്കാരോടും വിദ്വേഷമില്ല. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. നിനക്ക് അറബി അറിയില്ലെങ്കിൽ നീ ദുആ ചെയ്യുമ്പോ പറയണം അല്ലാഹുവേ, നീ ലോക മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ ദുആ ചെയ്താ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ കണക്കുകൾക്കനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, നിങ്ങളെ ഒരാളോടും നിനക്ക് അസൂയ വേണ്ട, ഒരാളോടും നിനക്ക് വൈരാഗ്യം വേണ്ട, ഒരാളോടും നിനക്ക് വിദ്വേഷം വേണ്ട. നിനക്ക് എഴുതിയത് നിനക്ക് തന്നെ, അവൻ എഴുതിയത് അവന് തന്നെ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ മോളെ ദുആ ചെയ്യാൻ കഴിയാത്തത് അല്ലാഹുവിന്റെ മുന്നിൽ പടച്ചവനെ മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യുകയാണ്, രോഗിയാണ് ഉസ്താദേ ദുആ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ലാത്തതിന്റെ കാരണമെന്നറിയോ? ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല ഉമ്മ, ഇഖ്ലാസില്ല ഉമ്മ. പറയേണ്ടത് പോലെ പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ചെയ്തു നബിയേ, കള്ളു കുടിച്ചു നീ കള്ളു കുടിച്ചു. വൈകുന്നേരമായപ്പോ അള്ളാന്റെ അടുക്ക പോയി ഇരുന്നിട്ട് പറഞ്ഞു, പടച്ചവനെ അറിയാതെ പറ്റിപ്പോയി റബ്ബെ നീ പുറത്തു തരണേ അല്ല, ഇനി ഒരിക്കലും കുടിക്കില്ല അല്ല. പിറ്റേ ദിവസം വൈകുന്നേരം കൂട്ടുകാരൻ കുപ്പി കൊണ്ട് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഓസിന് കുടിയടാ, നീ കുടിച്ചു, എന്ത് ചെയ്യണം? അള്ളാന്റെ അടുത്ത് പോയി പറയണം, അള്ളാന്റെ അടുക്ക പോയി പശ്ചാത്തപിക്കണം. പടച്ചവനെ പിറ്റേ ദിവസം നോക്കിയപ്പോ കടപ്പുറത്തൊരുന്നിരുന്ന് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക. എന്നാടാ ഒരു പുക ഫ്രീ ആയിട്ട് വലിച്ചോടാ, ഒരൊറ്റ വലി. പടച്ചവൻ ഇന്നലെ അടിച്ചതിനേക്കാളും കൂടുതൽ. അള്ളാഹുബെ നീ ഉടനെ പോയിട്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹ് ചെയ്തു പോയി റബ്ബെ പൊരുത്തപ്പെട്ടതാ, പുറത്താ പടച്ചവനെ. പിറ്റേ ദിവസം വൈകുന്നേരം നോക്കുമ്പോ ഒരു ഗുളിക കൊണ്ടുവന്ന് അളിയെ ഒന്ന് നക്കിക്കോടാ, ഇന്നലത്തേനെക്കാളും പവർ കൂടിയതാ. അപ്പൊ നീ അത് മേടിച്ച് നക്കി, നീ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പറയണം, പടച്ചവനെ പുറത്തുതാ അള്ളാ. ഇങ്ങനെ അങ്ങോട്ട് ഓരോന്ന് മുകളിലേക്ക് കയറി. അപ്പൊ ഈ സഹാബി ചോദിച്ചു, ഞാൻ എത്ര വരെ തൗബ ചെയ്യണം? ഈടാ ശൈത്താന് മനസ്സിലാകണം, ഇനി ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലാതെ. ശൈത്താൻ തന്നെ നിന്റെ മുന്നിൽ തോറ്റു പോണം. ഇവനെ കൊണ്ട് ഇനി ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ചെയ്യിപ്പിച്ച ഇവൻ രാവിലെ തൗബ ചെയ്യും. അതിലും ഭേദം മിണ്ടാതെ അടക്കലല്ലേ. മഹാനായ നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ കയറി പോയപ്പോ ഇബ്ലീസ് കടന്നുറങ്ങുന്ന ഒരാളെ പോയിട്ട് വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട്, ചങ്ങാതി ബാങ്ക് വിളിക്കാറായടാ, പെട്ടെന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ പള്ളിക്കകത്ത് നിന്ന് വിളിച്ചുണർത്തിയിട്ട് പറയണ, പോയി ദുഹർ തഹജ്ജുദ് നിസ്കരിക്കണം. സാധാരണ ഇവൻ ഉറക്കാനല്ലേ നോക്ക, ഇബ്ലീസ് നിസ്കരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയണ, പോയി നിസ്കരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, എന്താ ഇപ്പൊ നീ എങ്ങനെ അല്ലല്ലോ, നേരെ തിരിച്ചല്ലേ ചെയ്യാറ്, എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്തേ? അല്ലാഹ് ഇന്നലെ ഇവനെ ഞാൻ ഉറക്കി നബിയെ, ഇന്നലെ ഇവനെ സുബഹി തഹജ്ജുദ് നിസ്കരിക്കാതെ ഞാൻ ഇവനെ ഉറക്കി. ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. അല്ലാഹുവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കരച്ചിലായിരുന്നു.
ഇവ ഇതിനേക്കാളും നല്ലത് 2 റക്അത്ത് നിസ്കരിച്ച് അത്രയല്ലേ നിസ്കരിക്കത്തുള്ളൂ. അതാ ശൈത്താൻ എങ്ങനെ. എടാ നിന്റെ പുറകെ നടന്നിട്ട് ശൈത്താൻ തോക്കണം, പരാജയപ്പെട്ടു പോണം. അതുവരെ നീ തൗബ ചെയ്യ്. എന്ത് ചെയ്താലും അള്ളാഹിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങ്. ഇബ്ലീസ് നിന്റെ മുന്നിൽ തോറ്റുപോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് സ്നേഹം കൂടും. നമ്മളോ കടം ചോദിക്കുന്നതിനനുസരിച്ച് ഉള്ള സ്നേഹവും പോകും. അതാ ചോദിക്കുന്ന അമിന ഇത്തിരി ഉപ്പതാ എന്നാ തരും, ഇത്തിരി പഞ്ചസാരത, ഇത്തിരി മുളകത, അവസാനം ഓളി വെക്കും നിനക്ക് ഇത് എന്നെ പണിയുള്ളൂ. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നും. അള്ളാഹിക്ക് അങ്ങനല്ല. അള്ളാഹിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ് അടുത്തോട്ട് വിളിക്കും, സ്നേഹം കൂടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് തൗബ ചെയ്തോ, ഒരു പേടിയും വേണ്ട നിനക്ക്. നീ ഇനി എത്ര വലിയ കൊലപാതകം, ഇനി എന്തു വലിയ പാപം ചെയ്താലും അള്ളാഹിനോട് നീ പറ, പക്ഷെ പറയേണ്ടതുപോലെ പറ. അവിടെ നമുക്ക് പിഴവ്. അതുകൊണ്ടാണ് നമ്മുടെ ദുആയ്ക്ക് ഉത്തരമില്ലാത്തത്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ? ഒരു ചരിത്രം പറയാ. എങ്ങനെയാണ് പറയേണ്ടത്? ഒരുപാട് കരയണ്ട. അല്ലാഹുവേ പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൂട്ടായിലുള്ള മൂസായുടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ല, വെള്ളമില്ല, ക്ഷാമമാ. ഇവിടെ മനുഷ്യനും കുടിക്കാനില്ല, നാൽക്കാലികൾക്ക് പോലും വെള്ളം കുടിക്കാനില്ല, അത്രയ്ക്കും വരൾച്ചയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം മഴ കിട്ടാൻ. ചങ്ങാതി മൊബൈല് കുത്തുവാണെങ്കിൽ ഞാൻ എറിഞ്ഞു പൊട്ടിക്കുക. അള്ളാഹു മൊബൈല് പൊട്ടിപ്പോ മിണ്ടാതിരി, ഡിസ്പ്ലേ കത്തിപ്പോയി ഇവിടെ ഇരുന്ന പോക്കറ്റ് വെച്ചേരെ. പിന്നെടാ ഒന്ന് മാറി ബാക്കി പോയിടാ, ഒരുത്തന്റെ മടി ഒരുത്തേക്ക് അവിടെ പോയിടാ. ചങ്കുകളൊക്കെ വീട്ടിൽ പോകുമ്പോ അങ്ങോട്ട് പോയിരുന്ന. അൽഹംദുലില്ലാ, അള്ളാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. തിരിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ. സാധാരണ പറയണ മറുപടി കേട്ട അറ്റാക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ആ മക്കളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കാം. പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിച്ചപ്പോ ഇത് കണ്ടിട്ട് സങ്കടം തോന്നി ഒരാള് വീട്ടിൽ പോയിട്ട് ഇവന്റെ വാപ്പാടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മോൻ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് പരസ്യമായിട്ട് വീടി വലിക്കുന്നു, അവനോടൊന്ന് പറയണം അവിടെ നിന്നൊന്നും മാറി നിന്ന് വലിക്കാൻ. പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കാതെ ഒന്ന് മാറി നിന്ന് വലിക്കാൻ പറയണേന്ന്. അപ്പൊ ഈ പോയ ആളോട് ആ പയ്യന്റെ വാപ്പ പറയുക, അവനെ കാണുന്നെങ്കിൽ പറ എന്റെ മുന്നിൽ നിന്ന് വലിക്കല്ലേ എന്ന്. ഇവൻ വാപ്പാടെ മുന്നിൽ നിന്ന് വലിക്കുന്നവനാ. അതാ ഇന്നത്തെ കാലം. അതാണ് ഇന്നത്തെ കാലം. നമ്മൾ ചിന്തിക്കേണ്ടതാ. ഞാൻ എപ്പോഴും പറയണ പോലെ കാഞ്ഞ ബുദ്ധിയാ. വാപ്പായിക്ക് അറിയുവോ ഫേസ്ബുക്ക് എന്താ, യൂട്യൂബ് എന്താ, ഡൗൺലോഡ് എന്താ? മക്കളോട് ചോദിച്ചു നോക്കിയ സർവ്വത് എടുത്തിരി. ഇൻസ്റ്റാഗ്രാമിൽ വരെ അക്കൗണ്ട് ഉള്ളവന്മാരാ ഇന്നത്തെ കുട്ടികൾ. വല്ലാത്ത ബുദ്ധിയാ ഇന്നത്തെ കുട്ടികൾ. കുരുട്ടു ബുദ്ധിയാണെന്നേ ഉള്ളൂ. ഞങ്ങള് തിരുവനന്തപുരം ഒരു ഉസ്താദ് പള്ളിയിൽ പഠിക്കുകയാ, മദ്രസയിൽ പഠിപ്പിക്കുകയാ, ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങൾ. ലോകം അവസാനിക്കുന്ന സമയം അടുത്തു വരുമ്പോൾ പെണ്ണുങ്ങൾ കൂടും, ആണുങ്ങൾ കുറയും. ഇത് ലോക അവസാനത്തിന്റെ അടയാളമാ. ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ചെറുപ്പക്കാരനായ ഉസ്താദ് ആയതുകൊണ്ട് തമാശ എന്ന രീതിയിൽ കുട്ടികളോട് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു, മക്കളെ അന്ന് കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളില്ല, അത്രയ്ക്കും പെണ്ണുങ്ങൾ കൂടുതലാ. പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങൾ ഉണ്ടാകില്ല. ശരിയാണ്. അന്നത്തെ സെൻസസ് നോക്കുകയാണെങ്കിൽ ഒരാണിന് 50 പെണ്ണ്, ഒരാണിന് 50 പെണ്ണ്, അങ്ങനെയാണ് അന്നത്തെ കണക്ക്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെണ്ണ് കെട്ടാൻ ആണുങ്ങളെ കിട്ടാതെ ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി അങ്ങോട്ട് പോകുന്നു, അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അവിടെയുള്ള ചെറുപ്പക്കാർ ഓടുന്ന പെണ്ണുങ്ങൾ വരുമ്പോ, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പിഴപ്പിക്കാൻ വരുമ്പോൾ അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാർ ഓടും, പെണ്ണുങ്ങൾ പുറകെ ഓടും. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പുറകിലെ ബെഞ്ചി ഇരുന്നിട്ട് ഒരു ചെറിയ ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് പറയും, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന്. കാരണം പെണ്ണുങ്ങൾ പുറകി വരുന്ന ദിനം അവൻ സ്വപ്നം കാണുന്നേ. അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് കിടന്ന് സക്കറാത്തിന്റെ വലിയ വലിക്കണത്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. വീട്ടിലെങ്ങും പോയിട്ടൊന്നും ചോദിച്ചേക്കരുത്. അതിനാ ഞാനിത് പറഞ്ഞത് കേട്ടാ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ.
മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിൽ വന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പരാതി പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു, ജനങ്ങളോട് എല്ലാവരോടും ഇതുപോലെ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ് ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ പടച്ചവനെ പറഞ്ഞ ദിവസമത്ത് ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മധ്യഭാഗത്തേക്ക് കടന്നു ചെന്നു. ചരിത്രം പറയുകയാണ് 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. അന്ന് മൂസാ നബി എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹ് മഴയില്ലാതെ വളരെ പ്രയാസത്തിലാ അല്ലാഹ്, വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് റബ്ബേ, അതുകൊണ്ട് നാഥാ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല, മഴയുടെ അടയാളവും കാണുന്നില്ല. മൂസാ നബി ആകാശത്തേക്ക് നോക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ. കാരണം എന്തേ ജിബ്രീല്, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് ഈ വരുന്ന 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് മഴ തരാത്തത്? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, മൂസാ നബിയേ അങ്ങയുടെ മുന്നിലിരിക്കുന്ന ഈ ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. പടച്ചവനെ ആരാ അല്ലാഹ്, 40 വർഷമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന നശിച്ചവരാരാ? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ലല്ലോ അല്ലാഹ്. മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ അല്ലാഹ്, ഈ മോശമായ മനുഷ്യരാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഒരാള് പോലും എഴുന്നേക്കുന്നില്ല, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. ആ സമയത്താണ് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും അവിടെ ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, റബ്ബേ ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ അല്ലാഹ്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാഹ്, ജനങ്ങൾ അറിയുമല്ലോ അല്ലാഹ്. ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുന്നു, റബ്ബേ ഞാൻ അത്രയും വലിയ മോശക്കാരനാണോ? ഈ മനുഷ്യൻ അവിടെ നിന്ന് പശ്ചാത്തപിക്കുകയാണ്. അതാ തന്റെ മുഖമങ്ങ് താഴ്ത്തി വെക്കുകയാണ്. തന്റെ കാലിന്റെ മുട്ടിലേക്ക് ഇങ്ങനെ മുഖം താഴ്ത്തി വെച്ചിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണല്ലോ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ. ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്യില്ല റബ്ബേ. എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവിനോട് ആ ചെറുപ്പക്കാർ തന്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേട്ടില്ല.
അടുത്തിരുന്നവര് പോലും കേട്ടില്ല, നിലവിളിച്ചില്ല. അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, നാഥാ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ. അല്ലാ നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ആ മനുഷ്യനവിടെന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്, മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് ഓടുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ ഓടുമ്പോ മൂസാബി അവിടെ നിന്ന് ചിന്തിക്കുന്നു, നാഥാ അല്ലാഹുവേ ഒരു മനുഷ്യനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? മൂസാ നബിയേ, ആ 40 കൊല്ലം പാപം ചെയ്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ എന്ന് ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ ഇതുപോലെയാണ് പറയേണ്ടത്, ഇതുപോലെയാണ് പറയേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുആ ചെയ്യുന്നതിൽ മടി കാണിക്കല്ലോ, ദുആ ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കല്ലോ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. അതാ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് വേണ്ടി പടച്ച റബ്ബിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടല്ലോ, അവനും അവന്റെ കുടുംബത്തിനും സ്വർഗ്ഗം കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ. രണ്ടാമത്തെ വിഭാഗമാരാ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമല്ലോ, കൂട്ടായി പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമല്ലോ, ഹബീബിന്റെ പുറകിൽ പോയി നിൽക്കുമല്ലോ, പടച്ചവനെ ഉസ്താദ് പടന്ന ഫാത്തിഹ ബോധുമല്ലോ. അതാ ഫാത്തിഹ ബോധിയിട്ട് എന്ന് ഇമാമ ഓതിയിട്ട് ആമീൻ പറയുമല്ലോ. ആ സമയത്ത് നീ ആമീൻ പറയണേ, ആ സമയത്ത് നീ ആമീൻ പറയണേ. നീ ആമീൻ പറയുന്ന സമയത്ത് മലക്കുകളുടെ ആമീനുമായിട്ട് യോജിച്ച അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോ ആമീൻ പറയുമല്ലോ. ആ ഇമാമിന്റെ ആമീൻ പറയുമ്പോ നിങ്ങളും കൂടെ പറഞ്ഞുകൊള്ളണം, മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോ തന്നെ നീ ആമീൻ പറയും, ഇമാം ആമീൻ പറയുന്നതിന് മുമ്പേ. നമ്മളെങ്ങനെ ഇമാം ആമീൻ പറയണ്ട. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഉസ്താദ് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലെ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ആൾക്കാർ താഴെ പോയി കിടക്കുക സുജൂദും ചെയ്തിട്ട്. ഇത് നമ്മുടെ നിസ്കാരം. നമ്മളങ്ങനെ ഇമാമിന് മുമ്പേ ഓടുന്നവരാ. നാളെ പരലോകത്ത് വരുമ്പോ പന്നിയുടെ കോലമായിരിക്കും നിനക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാമ ആമീൻ എന്ന് ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുവിൻ. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലുമായിട്ട് ഒത്തുവന്നാൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു
അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലല്ലാലീൻ ആമീൻ എന്ന് നീ ആമീൻ പറയുന്ന സമയം മലക്കുകളും കേൾക്കുന്നുണ്ടല്ലോ, അള്ളാന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുക്കും. അള്ളാഹു നമുക്ക് ആ പാപങ്ങൾ പൊറുക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ജമാഅത്തിൽ പോയി പങ്കെടുക്കണം. അതെങ്ങനെ ഉസ്താദ് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ ഓടുന്ന നിനക്കതെങ്ങനെ മനസ്സിലാകാനാ? ഉസ്താദ് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ ചാടിക്കേറി പോകുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന്റെ നിങ്ങൾ ചിന്തിക്കേണ്ടതാ. ഉസ്താദ് അത് നിസ്കരിക്കുന്ന സമയം ഇമാമിന്റെ കൂടെ പോയി നിന്ന് ക്ഷമയോടുകൂടി നിസ്കരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. നമുക്കൊക്കെ ധൃതിയാണല്ലോ, നമുക്കൊക്കെ ധൃതിയാ. ഉസ്താദന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് അതിന് പോലും അലംഭാവം കാണിക്കുന്നവരാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾ അലംഭാവം കാണിക്കുന്നവരാ. ഒരു 5 മിനിറ്റ് അള്ളാഹുവിനെ മാറ്റിവെക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ജമാഅത്തായി നിസ്കരിക്കണം എത്ര പേരാ ഉള്ളത്? അതിനൊന്നും നമുക്ക് സമയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവേ ഇമാം ഫാത്തിഹ ബോധിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. നിന്റെ ആമീനുമായിട്ട് അള്ളാഹുവിന്റെ മലക്കുകളുടെ ആമീൻ യോജിച്ച അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമുണ്ടല്ലോ. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരികയാ. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. പടച്ചവനെ, ഇമാമു ആമീൻ പറയുമ്പോ കൂടെ പറയുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ദാലി അഖീ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മനുഷ്യനാരാ? പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നവന്, എപ്പോഴെന്നറിയുവോ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഇവിടെ ഇരുത്തിയിട്ട് പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. എത്രയോ പേര് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് അവരെന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഞാൻ ദുആ ചെയ്യുമല്ലോ. ആ ദുആയിക്കല്ല, എങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ, നിന്റെ കൂട്ടുകാരി നിന്റെ കൂടെയില്ല, നിന്റെ സഹോദരി നിന്റെ കൂടെയില്ല, നീ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് നീ അല്ലാഹുവോട് പറയണം, അല്ലാഹ് എന്റെ കൂട്ടുകാരിക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരെങ്കിലും ദുആ ചെയ്താൽ, കൂട്ടുകാരനില്ലാത്ത സമയത്ത്, കുടുംബക്കാരനില്ലാത്ത സമയത്ത്, സഹോദരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി നീ ദുആ ചെയ്താ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആരാപ്പ ദുആ ചെയ്യാ? എടാ, നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂടെ പറപ്പ് നിന്റെ കൂടെ ഉള്ളപ്പോ ദുആ ചെയ്യും. കാരണം ഓൻ കേട്ടോണ്ടിരിക്കല്ലേ. ഇല്ലാത്തപ്പോ ദുആ ചെയ്യണം. എടാ, അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആരാ ചെയ്യാ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ചെയ്യൂ? പടച്ചവനെ, ഓനൊന്ന് എത്തീങ്കാനിലാകണേ അല്ലാഹ്. ഇതാ നമ്മൾ ആഗ്രഹിക്കുക. എടാ, നമ്മൾ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര പേരാവുള്ളേ? ഇരിക്കണ ഏത് പെണ്ണാ തന്റെ അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണേ? എടാ, സ്വന്തം കൂടപ്പറപ്പിന് ചെയ്യണില്ലല്ലോ, കൂടോത്രമല്ലേ ചെയ്യണേ, ദുആ അല്ലേ ചെയ്യണേ?
സ്വന്തം കൂടപ്പറപ്പിന് വേണ്ടി. ഞാനിപ്പോ ഈ വയലിന് വരുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ മുത്തുപേട്ടയിൽ പോയി. മഹാനായ ദാവൂദുൽ ഹക്കീം വലിയുല്ലാഹി മുത്തുപേട്ട, അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് ഏറുവാടി പോയി. ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞ എന്തെന്നറിയോ, കരഞ്ഞുപോയി. പലരും വന്നിട്ട് ഉസ്താദെ നിങ്ങൾ വയലു പറയുമ്പോൾ സിഹിറിനെ കുറിച്ചൊന്ന് പറയണം. ഉസ്താദ്, ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി. മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇല്ല, അള്ളാഹു കാക്കമാറാകട്ടെ. നിങ്ങൾ എന്തിങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ? മുട്ടയില്ലേ? അല്ലാഹു അഅലം. ഇടൻ ഇത് മതി നിനക്ക്, നിസാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു. 10ാം ക്ലാസ് +2 1ാം റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. അവിടെ ഇങ്ങനെ ഓടി നടക്ക. നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ? ഒരിക്കലും സിഹിർ ചെയ്യല്ലേ പെങ്ങളെ, ഒരിക്കലും ഒരാൾക്കും നീ സിഹിർ ചെയ്യരുത്. സിഹിർ വൻപാപവാ, സിഹിർ ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ഒന്ന് പോകണം ഏർവാടിയിൽ. അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ, എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ. എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത്, ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ്. എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ് എന്തിനാ സഹോദര? നമ്മൾ എന്തിനാ മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലല്ലോ. ഓനൊന്ന് എത്തിയും കാലം, കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാണണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ? അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയെ ഉള്ളെന്ന്. ഇപ്പൊ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളൊരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചു തന്നു, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, അവൻ ഖുർആൻ പഠിച്ചവനാ. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഇതിനേക്കാളും വലിയ വേദന എന്തെന്നറിയോ? ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടി പോകണേ. നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അള്ളാഹു അവന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസൂയ വല്ലാതെ കൂടുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? നിങ്ങൾ പറ, കിട്ടുവോ? ഉറക്കെ പറ, കിട്ടുവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുവോ? കിട്ടൂല. പിന്നെന്തിനാ? എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് തിന്നാൻ ഞാൻ ഇവിടെ വന്നില്ലേ? ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? ഇല്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിനക്ക് വരത്തുള്ളൂ. നീ എന്തിനാ അസൂയ വെക്കുന്നേ? ഇവിടെ ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളോട് ഞാൻ എന്താ പറയുക? ഞാനിപ്പോ ജീലാനിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകും, ലജാത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, പടച്ചവനെ, ഒരു ബോട്ടുകാരൻ പോകുമ്പോ അവന് മീനില്ല, തൊട്ടു പുറകിൽ വരുന്നവൻ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നു. അതാ മനസ്സിലാക്കണ്ടേ? ഇവര് മെഷീനും വെച്ചുകൊണ്ട് നടക്കുക, ചോദിക്കുമ്പോ പറയും മീനില്ല, മീനില്ല, മീനില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ സഹോദര. അസൂയ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ചിന്തിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ചില ആൾക്കാർ ബക്കറ്റ് പിരിവിന് സമയമായെന്നാണ് എഴുതി തന്നത്. ഞാൻ ആദ്യമേ ജാമ്യം എടുത്ത, ഒന്നി ആദ്യം അല്ലെങ്കിൽ അവസാനം. ഉസ്താദ് എന്തിനാ വാ, നിങ്ങൾ വരി, ഇവിടെ കയറി ഒന്ന് വാതിലേക്ക്. ഉസ്താദ് നിങ്ങൾ എന്തിനാ പറയും? ഇങ്ങോട്ട് കയറിക്കോ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്, നിങ്ങൾക്കുള്ളത് അവർക്ക്. അതാ കയറിക്കോ.
എന്നിട്ട് നോക്ക്, നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും ഇല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും. അവൻ എന്ത് ചെയ്താലും അവന് വിജയിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദെ അവനും മീൻ പിടിക്കുന്നു ഞാനും മീൻ പിടിക്കുന്നു, ഓൻ വീടും വെച്ചു രാജാവായി, ഞാൻ ഇപ്പോഴും പാവപ്പെട്ടവനാണ്. അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ? ഒരു ഉമ്മയുടെ കൂടപ്പുറപ്പ്, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും? അവന് വീടായി, എനിക്കുന്നവരെ വീടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെച്ചാൽ, ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാ നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. അല്ലാഹുവേ നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല, ഇത് നീതിയല്ല എന്ന അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് 8ന്റെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണം, ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അവന് മീൻ കിട്ടാറുണ്ട്, നിന്റെ ബോട്ടിൽ മീനില്ല. അപ്പൊ നീ പറയും, പടച്ചവനെ ഓന് മാത്രം എന്നും മീൻ, എന്തുവാ ഇവൻ എന്താ പരിപാടി? അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അവൻ അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അല്ലാതെ അല്ല എനിക്ക് താന്നല്ലേ വധിക്കണേ? പടച്ചവന് കൊടുത്തല്ലോ, അല്ല കൊടുക്കട്ടെ, അവൻ എഴുതി എനിക്കൂടെ താന്നല്ലേ പറയണേ? പടച്ചവനെ എന്താ അല്ല ഇവന് മാത്രം, ഇവൻ എന്തോ പരിപാടി ഉണ്ടടാ പടച്ചവനെ, എപ്പോഴും നിനക്ക് അവനോട് അസൂയ. അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കും. അവൻ എന്ത് ചെയ്യും? ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും. നിന്റെ ഉള്ള ബോട്ടും എത്തിങ്ങാനയിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരും രക്ഷപ്പെടും ഇല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും. അവൻ എന്ത് ചെയ്താലും അവന് വിജയിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദെ അവനും മീൻ പിടിക്കുന്നു ഞാനും മീൻ പിടിക്കുന്നു, ഓൻ വീടും വെച്ചു രാജാവായി, ഞാൻ ഇപ്പോഴും പാവപ്പെട്ടവനാണ്. അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ? ഒരു ഉമ്മയുടെ കൂടപ്പുറപ്പ്, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും? അവന് വീടായി, എനിക്കുന്നവരെ വീടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെച്ചാൽ, ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാ നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. അല്ലാഹുവേ നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല, ഇത് നീതിയല്ല എന്ന അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് 8ന്റെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണം, ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അവന് മീൻ കിട്ടാറുണ്ട്, നിന്റെ ബോട്ടിൽ മീനില്ല. അപ്പൊ നീ പറയും, പടച്ചവനെ ഓന് മാത്രം എന്നും മീൻ, എന്തുവാ ഇവൻ എന്താ പരിപാടി? അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അവൻ അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അല്ലാതെ അല്ല എനിക്ക് താന്നല്ലേ വധിക്കണേ? പടച്ചവന് കൊടുത്തല്ലോ, അല്ല കൊടുക്കട്ടെ, അവൻ എഴുതി എനിക്കൂടെ താന്നല്ലേ പറയണേ? പടച്ചവനെ എന്താ അല്ല ഇവന് മാത്രം, ഇവൻ എന്തോ പരിപാടി ഉണ്ടടാ പടച്ചവനെ, എപ്പോഴും നിനക്ക് അവനോട് അസൂയ. അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കും. അവൻ എന്ത് ചെയ്യും? ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും. നിന്റെ ഉള്ള ബോട്ടും എത്തിങ്ങാനയിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.